നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയുന്ന സെബാസ്റ്റ്യനെ സഹായിച്ചിരുന്നത് അഭിഭാഷകനായ BJP നേതാവെന്ന് സൂചന. ഇയാൾ നിരീക്ഷണത്തിലാണെന്നും ഉടൻ പിടിയിലാകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാണാതായവരുടെ സ്വത്തുവകകൾ കൈക്കലാക്കാൻ സെബാസ്റ്റ്യന് നിയമോപദേശം നൽകിയത് ഇയാളാണെന്നാണ് സൂചന. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ, ചേർത്തല കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ചേർത്തല പള്ളിപ്പുറ ചെങ്ങുംതര CM സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ചേർത്തല തെക്ക് വള്ളക്കുന്നുത്തുവള്ളി സിന്ധുവിന്റെ തിരോധാനത്തിലും വാരനാട് വെളിയിൽ വീട്ടിൽ ഹൈറുമ എന്ന ഐഷയുടെ ദുരൂഹ മരണത്തിലും ഇയാളുടെ പങ്ക് സംശയിക്കുന്നുണ്ട്. സ്ഥലങ്ങൾ വിറ്റുകിട്ടുന്ന പണം മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളിലാണ് പ്രതി നിക്ഷേപിച്ചിരുന്നത്. ബിന്ദു പത്മനാഭന്റെ സ്ഥലം വിറ്റ് കിട്ടിയ പണം കുത്തിയത്തോട്ടിലെ സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുകയായിരുന്നു. കുറച്ചുനാൾ മുമ്പ് 1.25 കോടി പിൻവലിച്ചതും ഈ പണം സെബാസ്റ്റ്യൻ എന്തിന് വിനിയോഗിച്ചെന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. വാരനാട് സഹകരണ ബാങ്കിൽ നിന്ന് 40 ലക്ഷം പിൻവലിച്ചിട്ടുണ്ട്. ഇതിൽ BJP നേതാവിന് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പണം ആർക്കെങ്കിലും കൈമാറിയതാണോ എന്ന് സംശയമുണ്ട്. ബിന്ദു പത്മനാഭന്റെ സഹോദരൻ ഇറ്റാലിയിൽ ജോലി ചെയ്യുന്ന പ്രവീണിനെ കൂടുതൽ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുന്നു. ബിന്ദുവിന്റെ പേരിലുള്ള ഇടപ്പള്ളി ടോൾ ഗേറ്റിന് സമീപത്തുള്ള 12 സെന്റ് സെബാസ്റ്റ്യനാണ് വിൽപ്പന നടത്തിയത്. പ്രവാസിയായ കൊല്ലം സ്വദേശിയാണ് സ്ഥലം വാങ്ങിയത്. ഈ പണം മുഴുവൻ സെബാസ്റ്റ്യൻ കൈക്കലാക്കി. ഇതുമായി ബന്ധപ്പെട്ട് പ്രവീൺ കോടതിയിൽ പ്രത്യേക കേസ് നൽകിയിട്ടുണ്ട്. കൂടാതെ ബിന്ദുവിന്റെ ഉടമസ്ഥയിൽ വീടിന് തെക്കുവശത്തെ 40 സെന്റ് വിറ്റ് സെബാസ്റ്റ്യൻ പണം വാങ്ങിയിരുന്നു. ഇത്തരത്തിൽ ബിന്ദുവിന്റെ പേരിലുള്ള 4ഓളം സ്ഥലങ്ങൾ സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയിട്ടുണ്ട്. പിന്നീട് ബിന്ദു താമസിച്ചിരുന്ന കുടുംബ വീടും വിറ്റു. ഇതിനുശേഷമാണ് ബിന്ദുവിനെ കാണാതാകുന്നത്. സ്ഥലക്കച്ചവടക്കാരനായാണ് വാരനാട് വെളിയം വീട്ടിൽ ഐഷയുമായി സെബാസ്റ്റ്യൻ പരിചയപ്പെടുന്നത്. മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ഐഷയുടെ മക്കളായ മജീദും സിയാദും പറഞ്ഞു. ഐഷയുടെ വീടിന് സമീപം താമസിക്കുന്ന റോസമ്മയുടെ സ്ഥലം സെബാസ്റ്റ്യൻ കൈക്കലാക്കിയെങ്കിലും ഐഷയെ കാണാതെ വന്നതോടെ സ്ഥലം തിരിച്ചെഴുതി വാങ്ങി. ഓട്ടോയിൽ മാത്രം സഞ്ചരിക്കുന്ന സെബാസ്റ്റ്യൻ വാരനാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവറുമായി പരിചയത്തിലായിരുന്നു. ഇതിനുശേഷം ഇയാളുടെ വീട്ടിൽ സെബാസ്റ്റ്യൻ നിത്യസന്ദർശകനായിരുന്നു. പിന്നീട് ഓട്ടോ ഡ്രൈവറുടെ ഭാര്യ ചേർത്തല തെക്ക് വള്ളക്കുന്നുത്തുവള്ളി സിന്ധുവുമായി സെബാസ്റ്റ്യൻ അടുപ്പത്തിലായി. 2020 ഒക്ടോബർ 19 അവരെ കാണാതായി. വൈകിട്ട് ചേർത്തല തിരുവഴിയിലുള്ള ക്ഷേത്രത്തിൽ പോകുന്നെന്ന് പറഞ്ഞാണ് സിന്ധു വീട്ടിൽ നിന്നിറങ്ങിയത്. ഇത്രയേറെ ദുരൂഹമായ സംഭവങ്ങൾ നടന്നിട്ടും, ഇത്രയേറെ തിരോധാനങ്ങൾ നടന്നിട്ടും കേരള പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്നു സെബാസ്റ്റ്യൻ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.